പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന പത്തനംതിട്ടയിലെ CPM നേതാവ് A. പത്മകുമാറിനെതിരായ നടപടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനം സെക്രട്ടേറിയറ്റിന് വിട്ടത്. മുൻ MLA ആയ പത്മകുമാറും യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം പരിഗണിക്കും. പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മാധ്യമങ്ങളെ അറിയിച്ചത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസം A. പത്മകുമാർ പ്രതികരിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നത്. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അച്ചടക്ക നടപടി എന്താണെന്നുള്ളത് പത്മകുമാറിനെ മുൻകൂട്ടി തന്നെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാർ പാർട്ടിക്ക് വിധേയനാകാൻ തീരുമാനിച്ചത്. പാർട്ടിക്ക് വിധേയനായിക്കൊണ്ട് അനുസരണയുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി തന്നെ ചില രാഷ്ട്രീയ വിലപേശലുകളിലൂടെയും ഒപ്പം രാഷ്ട്രീയ ഭീഷണികളിലൂടെയുമാണ് പത്മകുമാറിനെ പാർട്ടി നേതൃത്വം വരുതിയിലാക്കിയിരിക്കുന്നത്. ഇടഞ്ഞു നിന്ന പത്മകുമാറിനെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ 2 ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൃത്യമായി ചില ഭീഷണികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പത്മകുമാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പത്മകുമാറിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പാർട്ടി പ്രവർത്തന വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയനാകണം എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ വിലപേശലുകൾ പത്മകുമാറും പാർട്ടിയും തമ്മിൽ ഉണ്ടാകുന്നു. ഒപ്പം പാർട്ടിയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പത്മകുമാറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായി എന്ത് അച്ചടക്ക നടപടിയാണ് പത്മകുമാറിനെതിരെ ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ മുൻകൂട്ടി പത്മകുമാറിന് നൽകുന്നു. അത് കടുത്ത അച്ചടക്ക നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പ് പത്മകുമാറിന് നൽകുന്നു. അങ്ങനെയാണ് പത്മകുമാറിന് ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ അനുസരണ വിധേയനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ പാർട്ടി പ്രവർത്തകനെ പോലെ പങ്കെടുക്കാൻ സാധിച്ചത് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് 14-ാം തീയതിയാണ് ചേരുന്നത്. അന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്. അന്ന് ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. ജില്ലാ കമ്മിറ്റി ആ നടപടി എന്താണെന്ന് തീരുമാനിക്കുമെന്നുള്ളതാണ് രാജു എബ്രഹാം പറഞ്ഞത്. എന്തായാലും സമീപകാലത്ത് CPM-ൽ വിഭാഗീയ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ജില്ലയാണ് പത്തനംതിട്ട. കയ്യാങ്കളിയും വാക്കേറ്റവും പതിവായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരിട്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായി. വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടെ അസ്വസ്ഥരായ ഒട്ടനവധി മുതിർന്ന നേതാക്കൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. വീണ ജോർജിന് കൂടുതൽ പ്രാതിനിധ്യം പാർട്ടിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയാണ് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പത്മകുമാറിലൂടെ മറനീക്കി പുറത്തു വരികയും ചെയ്തത്. ഇത് പത്മകുമാറിന്റെ മാത്രം ഒരു അഭിപ്രായമല്ല. ഒട്ടനവധി മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ട്, നീതികേട് അനുഭവിച്ചുകൊണ്ട് പാർട്ടിയിലുണ്ട്. അപ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇനി ഉയർന്നു വരാതെ തടയേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ പത്മകുമാറിനെ സംരക്ഷിച്ചില്ലെങ്കിൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. വിഭാഗീയത രൂക്ഷമാകും. പത്മകുമാറിനും അനുയായികളുണ്ട്. മുതിർന്ന നേതാവാണ്. പാർട്ടിയിൽ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതിനൊക്കെ കാരണമാകും. ഒരു സമയത്ത് വലിയ രീതിയിൽ രൂക്ഷമായ വിഭാഗീയത വീണ്ടും തലപൊക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മകുമാറിനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒടുവിൽ പത്മകുമാറിനെ വരുതിയിലാക്കുകയും പാർട്ടിക്ക് വിധേയനാകാൻ പത്മകുമാർ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇനിയും പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അവസാനിപ്പിക്കുക, ഈ വിഭാഗീയ പ്രശ്നങ്ങൾ ശമിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പത്മകുമാറിനെ വരുതിയിലാക്കി ഇനി ജില്ലാ സെക്രട്ടേറിയറ്റിൽ എന്ത് തീരുമാനമാണ് എടുക്കുക, നടപടി എന്താണ് ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ പത്മകുമാറിനെ കൃത്യമായി ബോധിപ്പിച്ച് അത് കേവലം താക്കീത് എന്നതിനപ്പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള അച്ചടക്ക നടപടികളിലൂടെ വരുതിയിലാക്കിയ പത്മകുമാർ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 14-ാം തീയതി സെക്രട്ടേറിയറ്റ് ചേർന്ന് കേവലം ഒരു പേരിനുള്ള ഒരു അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദേവിക.